ശബരിമല ഒരു ആത്മീയ ദുരന്തത്തിൻ്റെ കേന്ദ്രമാകുമോ? സ്പിരിച്വൽ ഡിസാസ്റ്റർ സംഭവിക്കുമോ? നമ്മൾ കുംഭമേളയിൽ ഇത് കേട്ടതാണ്, കണ്ടതാണ്. പുറ്റൂർ നമ്മുടെ ഭൂകമ്പം കണ്ടതാണ്. നമ്മുടെ ഭൂകമ്പമല്ല, നമ്മുടെ ഈ പടക്കം. അങ്ങനെ ഒത്തിരി ആനയടയുന്നത്, ഒത്തിരി ക്ഷേത്രങ്ങളിൽ നമ്മളിത് കാണുന്നുണ്ട്. സുഗതകുമാരി ടീച്ചർ ജീവിച്ചിരുന്നപ്പോൾ വളരെ ഗൗരവമായി പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് ടീച്ചർ. ഇത് കാനന ക്ഷേത്രമായതുകൊണ്ട് തന്നെ അതിന് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. നഗരത്തിൻ്റെ നടുക്കിരിക്കുന്ന ക്ഷേത്രമല്ലത്. ഇപ്പോൾ ഗുരുവായൂർ പോലെ, തിരുപ്പതി പോലെ, മൂകാംബി പോലെ ഒരു നഗരമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രമല്ല. അതൊരു കാനന ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ വന്ന് ട്രാപ്പായി പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടൽ എളുപ്പമല്ല. പിന്നെ കണ്ടിറങ്ങൽ മാത്രമേ പ്രായോഗികമായിട്ടുള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് പോയി കാട്ടിനകത്ത് പോയി രക്ഷപ്പെടാൻ പറ്റില്ല. എന്താണ് ശബരിമലയിൽ ശരിക്കും സംഭവിക്കുന്നത്? അമ്പേ സിസ്റ്റം പരാജയമാണ്, വലിയ പരാജയമാണ്. എവിടെ പോയി മന്ത്രി? എവിടെ പോയി മറ്റ് സംവിധാനങ്ങൾ? ഇപ്പം നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ ജസ്റ്റ് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതിന് ഒരു ദിവസം ആയില്ലല്ലോ. അദ്ദേഹത്തിനൊരു മീറ്റിംഗ് റിവ്യൂ വിളിക്കാൻ പോലും അദ്ദേഹത്തിന് സമയം കിട്ടിയില്ലല്ലോ. അതിന് ഒരു ദിവസം 2 ദിവസം ആയിട്ടല്ലേ ഉള്ളൂ. അതിനുമുമ്പ് മണ്ഡലകാലം വന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിൻ്റെ യഥാർത്ഥ മണ്ഡലകാലം വരാനിരിക്കുന്നേ ഉള്ളൂ. 2026 വരത്തുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ PS പ്രശാന്ത് അടക്കമുള്ള പഴയ ദേവസ്വം ബോർഡുകാർ എവിടെ പോയി? അതുപോലെ തന്നെ അവിടെ പോലീസ് സംവിധാനം എവിടെ? പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് വേറെ കുറേ കുഴപ്പങ്ങൾ പ്രശാന്തിൻ്റെ കാലത്തും നമ്മുടെ പത്മകുമാറിൻ്റെ കാലത്തും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. നമ്മൾ എവിടെ ഉത്സവം നടത്തുന്നുണ്ടെങ്കിലും അവിടെ കുറേ സന്നദ്ധ സംഘടനകൾ വന്ന് പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കട്ടെന്നേ. അവിടെ സേവാഭാരതി, പിന്നെ ഹിന്ദു മഹാസഭ, പിന്നെ ഹിന്ദു ഐക്യവേദി, പിന്നെ അതുപോലെ തന്നെ ഹിന്ദു സംരക്ഷണ സമിതികൾ, പിന്നെ അതുപോയിട്ട് ശബരിമല സംരക്ഷണ സമിതി, ഇങ്ങനെ കുറേ സംഘടനകൾ. വയനാടിലെ ഉരുൾപൊട്ടൽ ഇവരൊക്കെ വന്ന് പലരും വന്ന് സഹായിച്ചില്ലേ? വീട് വെച്ച് കൊടുക്കുന്നില്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു പലരും. അപ്പോൾ അതുകൊണ്ട് ഈ ഹിന്ദു ക്ഷേത്രത്തിൽ, ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ ഹിന്ദു ആചാരത്തിൽ വിശ്വസിക്കുന്ന കുറേ സംഘടനകൾ, സന്നദ്ധ പ്രവർത്തനം അവിടെ എന്തെങ്കിലും ചെയ്ത് അവർ ഉടനെ തന്നെ അതങ്ങ് സംഘവൽക്കരിക്കുമോ അല്ലെങ്കിൽ സംഘിവൽക്കരിക്കുമോ? അങ്ങനെയൊന്നും അല്ലല്ലോ. അതുപോലെ പുണ്യം പൂങ്കാവനം പദ്ധതി, IPS വിജയൻ എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ അദ്ദേഹം കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ പോകുന്നൊരു വിഷണറി പോലത്തെ ഒരു ഓഫീസറൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സകല കാര്യങ്ങൾ ഒഴിവാക്കി എല്ലാം ദേവസ്വം ബോർഡ് ചെയ്യണം. എന്തുകൊണ്ട് നമുക്ക് ശബരിമലയിൽ വരുന്ന ആളുകൾക്കൊരു കൃത്യമായൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല? അത് പരിസ്ഥിതിയുടെ കാര്യത്തിലാകട്ടെ, തിരക്കിൻ്റെ കാര്യത്തിലാകട്ടെ, എല്ലാ കാര്യത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ എന്തുകൊണ്ട് ഒരുക്കാൻ പറ്റുന്നില്ല? തിരുപ്പതി പോയി നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ കൽപ്പാത്തി രഥോത്സവത്തിന് പോയി നോക്കൂ, അല്ലെങ്കിൽ മൂകാംബിയിൽ പോയി നോക്കൂ. ഒരു സമയം എത്രായിരക്കണക്കിന് ആളുകളാണ് വന്നു പോകുന്നത്. ഇങ്ങനെ നദി ഒഴുകുമ്പോൾ, കടലിൽ ചേരുമ്പോൾ എത്രായിരക്കണക്കിന് ആളുകളാണ് മിനിറ്റ് വെച്ച് പോകുന്നത്. എത്രയോ വർഷമായി ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ശബരിമലയിൽ കോടതി ചോദിച്ചല്ലോ, ഹൈക്കോടതി ചോദിച്ചല്ലോ, നിങ്ങൾ എന്താണിത് ചെയ്യുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു 6 മാസത്തെ തയ്യാറെടുപ്പ്. എന്താ 6 മാസത്തെ തയ്യാറെടുപ്പ്? മകരമാസം 1-ാം തീയതി മകരവിളക്ക് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മീറ്റിംഗ് കൂടണം. എന്തായിരുന്നു കഴിഞ്ഞ സീസണിൽ നടന്ന കുറവുകൾ? അടുത്ത 1 വർഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് നോക്കിയിട്ട് അതിൻ്റെ പ്ലാൻ ഉണ്ടാക്കണമെന്നേ. ശബരിമലയ്ക്കൊരു മാസ്റ്റർ പ്ലാൻ ഇല്ലാന്നേ, ദർശന മാസ്റ്റർ പ്ലാൻ ഇല്ലാന്നേ. ഇതൊരു കാനന ക്ഷേത്രമാണെന്നേ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ദുരന്തത്തിലേക്ക് പോകുന്നേ. നമുക്ക് ശബരിമല എന്ന് മാത്രമല്ല, ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനവും മലയാളിക്ക് അറിയില്ല എന്നുള്ളതാണ് എല്ലാ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് തരുന്ന പാഠം. ഈ സ്പിരിച്വൽ പ്രദേശങ്ങളിലും ആത്മീയ പ്രദേശങ്ങളിലും അതുതന്നെ നമ്മുടെ ലെസണാണ്. അയ്യപ്പൻ കാത്തത് കൊണ്ടായിരിക്കാം കുടിവെള്ളം കിട്ടാതെയും മഴയില്ലായിരുന്നു, ഈ വെയിലും ചൂടും തണുപ്പും എല്ലാം ഏറ്റ് ഇങ്ങനെ കിടന്നിട്ട് പാവപ്പെട്ട ആളുകൾക്കൊന്നും വരാതെ അവർ പോയി. പക്ഷെ പോയവർ പിരാഗിക്കൊണ്ടാണ് പോയത്. അത് സങ്കടകരമായ വാർത്തയാണ്. എല്ലാ ചാനലുകളും കണ്ടു. ആ ചാനലുകളിൽ ഇങ്ങനെ പ്രാകുകയാണ്. ഇനി ഒരു കാരണവശാലും ശബരിമലയിലേക്കില്ല എന്ന് പറയുന്ന ഒരു രീതി ഭക്തന്മാർ പറഞ്ഞുകൊണ്ട് പോകുന്ന, അവരുടെ കണ്ണുനീർ ശബരിമലയിൽ വീഴുന്നുണ്ട്, അവരുടെ കരൾ ഉരുകുന്നുണ്ട്, അവരുടെ കണ്ണിൽ നിന്ന് വെള്ളമല്ല വരുന്നത്, രക്തവും ആണ് വരുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് ശബരിമല ഭരിക്കാൻ നടക്കുന്ന ചേട്ടന്മാർക്കുണ്ടായാൽ നന്നാണ്. അപ്പോഴും ഒരു അലവൻസ് കൊടുത്ത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റി നിർത്തുന്നു.